ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം അരങ്ങേറുകയാണ്. മനുഷ്യച്ചങ്ങല കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഡിവൈഎഫ്ഐ കൈകോർക്കുന്നത്. റിയാസ് KM കോഴിക്കോട്ട് നിന്ന് ചേരുന്നു. റിയാസ്, എങ്ങനെയാണ് മനുഷ്യച്ചങ്ങലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായോ? എത്ര മണിക്ക് മനുഷ്യച്ചങ്ങല തീർക്കും? എന്തൊക്കെ കാര്യങ്ങളിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം? റിയാസ്, കേൾക്കുന്നുണ്ടോ? ഫിജി, ഇപ്പോൾ കോഴിക്കോട് മുതലക്കുളത്താണ്. കോഴിക്കോട് ജില്ലയിലെ ജില്ലാ സമരകേന്ദ്രം. ഇവിടെ പൊതുയോഗം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളും ഒപ്പം തന്നെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുൾപ്പെടെയുള്ള ആളുകളുമെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 90 കേന്ദ്രങ്ങളിലാണ് മനുഷ്യച്ചങ്ങലയുമായി ബന്ധപ്പെട്ട പൊതുയോഗം കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നത്. 78 കിലോമീറ്റർ നീളത്തിലാണ് ഇവിടെ ഇത് തീർക്കുന്നത്. വടകര അഴിയൂരിൽ നിന്നാണ് കോഴിക്കോട് ജില്ലയിൽ മനുഷ്യച്ചങ്ങലയുടെ ആദ്യ കണ്ണി തുടങ്ങുന്നത്. അത് എഴുത്തുകാരൻ വിമീഷ് മണിയൂരാണ് കോഴിക്കോട് ജില്ലയിലെ ഈ ആദ്യ കണ്ണിയായി ചേരുന്നത്. ഇത് മലപ്പുറം ജില്ലയുടെ അതിർത്തിയായ വൈദ്യരങ്ങാടിയിലാണ് കോഴിക്കോട് ജില്ലയിലെ അവസാന കണ്ണി ഉള്ളത്. അത് ആൽബ മനോജ്, ദേശീയ ഹൈജമ്പ് താരം കൂടിയായിട്ടുള്ള ആൽബ മനോജാണ് അവസാന കണ്ണിയായിട്ട് എന്തായാലും സംബന്ധിക്കുന്നത്. ഇവിടെ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള എളമരം കരീം MP, ഒപ്പം തന്നെ CPIM-ന്റെ മുതിർന്ന നേതാക്കൾ, മുൻമന്ത്രി TP രാമകൃഷ്ണൻ, കോഴിക്കോട് മേയർ ഡോക്ടർ M ബീന ഫിലിപ്പ്, KN, ഒപ്പം തന്നെ മുൻ MLA KK ലതിക, TP ദാസൻ, സച്ചിൻ ദേവ് MLA, SK സജീഷ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇവിടെയുണ്ട്. കൂടാതെ തന്നെ കാണ്ടത്തിൽ ജമീല MLA, KT കുഞ്ഞിക്കണ്ണൻ പോലുള്ള ആളുകളും എല്ലാം തന്നെ ഇവിടെയുണ്ട് എന്നുള്ളതാണ്. നാടക നടൻ മുഹമ്മദ് പേരാമ്പ്ര അടക്കമുള്ള സാംസ്കാരിക പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെയുണ്ട്. എന്തായാലും ഈ മനുഷ്യച്ചങ്ങലയുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രിയായ TP രാമകൃഷ്ണനോട് തന്നെ ചോദിക്കാം. ഈ മനുഷ്യച്ചങ്ങല എന്നുള്ളത് ശക്തമായൊരു സമര മാർഗമാണ്. ഈ ഡിവൈഎഫ്ഐന്ന് ഇങ്ങനെയൊരു മനുഷ്യച്ചങ്ങല തീർക്കുമ്പോൾ എങ്ങനെയാണ് ഈ സമരത്തെ കാണുന്നത്? ഡിവൈഎഫ്ഐ കേരളത്തിലെ ജനങ്ങളുടെ ആകെ പ്രശ്നങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ കേരളത്തിലെ വിവിധ ബഹുജന പ്രസ്ഥാനങ്ങൾ ഈ പ്രസ്ഥാനത്തിന് പിന്തുണ നൽകാൻ തയ്യാറായിട്ടുണ്ട്. അത് ഈ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തിയാണ്. ഡിവൈഎഫ്ഐ ഏറ്റവും കേന്ദ്ര അവഗണന എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായി ഡിവൈഎഫ്ഐ ഉയർത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം റെയിൽവേയുടെ അവഗണനയാണ്. റെയിൽവേയുടെ അവഗണനയ്ക്കെതിരായി കഴിഞ്ഞ 1-2 മാസങ്ങളായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടികൾ നടന്നിട്ടുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ അന്തരീക്ഷം ജനങ്ങളാകെ ഈ പ്രതിഷേധം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഫെബ്രുവരി മാസം 8-ാം തീയതി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും MLA-മാരും എല്ലാവരും ചേർന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരള വിരുദ്ധ നടപടികൾക്കെതിരായി, ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരായി, അവഗണനയ്ക്കെതിരായി ഡൽഹിയിൽ സമരം നടത്തുകയാണ്. ഈ സമരത്തോടെ ആർക്കും മുഖം തിരിഞ്ഞു നിൽക്കാൻ കഴിയുകയില്ല. ഈ സമരത്തിനെല്ലാം അടിസ്ഥാനമായി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ കേരളത്തിന് 60,000 കോടി രൂപയാണ് കേന്ദ്രം ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നത്. കേരളത്തിന് അർഹമായ സഹായം എങ്ങനെ കേരളം മുമ്പോട്ട് പോകാൻ കഴിയും? കേരളം കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് ജനങ്ങളുടെ നാനാതരത്തിലുള്ള ക്ഷേമ നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ്. അതിനെയെല്ലാം തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് പൊതുവെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ കേരളത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന, ജനങ്ങളെയാകെ ബാധിക്കുന്ന റെയിൽവേയുടെ പ്രശ്നം ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് തികച്ചും ഉചിതമാണ്, ന്യായമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളാകെ ഈ മുദ്രാവാക്യം ഏറ്റെടുക്കുന്നത്. മറ്റൊന്ന്, ഈ കേന്ദ്രത്തിൻ്റെ കേരള വിരുദ്ധ നയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് ഒരു സംയുക്ത സമരത്തിന് സർക്കാർ നീക്കം നടത്തുന്നു, പ്രതിപക്ഷത്തെ വിളിക്കുന്നു. എന്നാൽ UDF ആ സമരത്തിന്, യോജിച്ച സമരത്തിന് ഇല്ല എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എത്ര പ്രധാന പ്രശ്നങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റെടുത്താലും അപ്പോൾ കേൾക്കുന്നൊരു ശബ്ദം ഞങ്ങൾ സഹകരിക്കില്ല. അത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് ഉയർത്തുന്നത്. ഇത്രയധികം ജനങ്ങളോട് അവഗണന കാണിക്കുന്ന ഒരു സംവിധാനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുൻകാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. പല നേതാക്കന്മാരും കേരളത്തിലെ UDF-ന്റെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ട്. അവരൊന്നും സ്വീകരിക്കാത്ത ഏറ്റവും ഹീനമായ നടപടി കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ സ്വീകരിക്കുകയാണ്. അദ്ദേഹം ഈ സമരവുമായിട്ട് യോജിക്കുന്നില്ല. മുഖ്യമന്ത്രി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കന്മാരോട് പ്രത്യേകം ചർച്ച നടത്തി. അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉപനേതാവും പങ്കെടുത്തു.
അവരുമായി ചർച്ച നടത്തിയ സമയത്ത് ഈ ഡിമാൻഡിനെയൊന്നും അവർക്ക് എതിർക്കാൻ കഴിയുന്നില്ല. ഈ ഡിമാൻഡിനെ അവർക്ക് എതിർക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഡിമാൻഡിനോട് സഹകരിക്കുന്ന സമീപനമാണ് അവർക്ക് സ്വീകരിക്കേണ്ടി വരുന്നത്. പക്ഷേ ഒരു സമരത്തോടും ഒരു ക്യാമ്പയിൻ പ്രവർത്തനോട് യോജിക്കില്ല എന്നുള്ളതാണ്. അത് ജനവിരുദ്ധമാണ്. ജനങ്ങളത് സ്വീകരിക്കുന്നില്ല. എല്ലാ ജനവിഭാഗങ്ങളും യോജിക്കണമെന്നുള്ളതാണ് നിലപാട്. കേരളത്തിൽ DYFI ഉൾപ്പെടെയുള്ള ബഹുജന പ്രസ്ഥാനങ്ങളും എല്ലാ വിഭാഗത്തെയും യോജിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ പൊതു പ്രശ്നങ്ങളിൽ യോജിച്ച മേഖല ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും TP രാമകൃഷ്ണൻ മുൻ മന്ത്രി പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അടക്കമാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ മനുഷ്യച്ചങ്ങലയുടെ ജില്ലാതല ഉദ്ഘാടനം ഇപ്പോൾ എളമരം കരീം MP, അതായത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മുൻ മന്ത്രിയുമായ എളമരം കരീം MP നിർവഹിക്കുകയാണ്. അതിലേക്ക് നമുക്ക് പോകാം.